വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, ഇവിടെ കൊടുത്തത് ഈത്തപ്പനയാണ്, തോട്ടമാണ്, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. വത്തഖാ, അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല. വത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത്. ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല, നാളെ പരലോകത്ത് അല്ലാഹു എനിക്ക് പകരം തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഏഴാകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന്, അവന്റെ ശക്തിമണ്ഡലത്തിന്റെ പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് ഓതി കൊടുക്കുകയാണ്. ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും ഇസ്തഗ്ന, ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തവൻ. നാളെ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി ഞാൻ അവനെ വെച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആപ്പതിഞ്ഞു വീണുപോയാൽ ആ നേരത്തവന്റെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ, എന്തുപകാരം. നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം, അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് ലാഭം പിന്നെ സമ്പത്ത് കൊണ്ട്. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ലോകം ഇങ്ങനെയാണ്. പിശുക്കനും ഔദാര്യവാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, വേണ്ടെന്ന് പറയുന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ, പൊരുത്തമല്ലെന്ന് പറയുന്നവർ. ഇന്ന സഅയകും ലശത്താ. ഇവിടെ മുഅ്മിനായ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ जन्नत भी जहन्नम भी. ये खाकी अपनी फितरत में न नूरी है न नारी है. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ. കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതം ഉണ്ടാകുന്നത്. കർമ്മങ്ങളാണ് ജീവിതം. കർമ്മം, ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ വീടോ കച്ചവടോ ഇതല്ല ജീവിതം. നിങ്ങളുടെ കർമ്മം. ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു, അതാണ് നിന്റെ ജീവിതം. ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യൻ ഓർക്കൂ, അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യൻ ഓർക്കൂ. നമ്മൾ കർമ്മങ്ങളാണ്. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. യഹാക്കി, ഈ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനി ഫിത്റത്ത് മേ, ജനിക്കുമ്പോൾ തന്നെ നൂരി ഹേ നനാരി ഹേ, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അള്ളാഹു മാറ്റിവെച്ചതല്ല. ഇവന്റെ കർമ്മങ്ങളെ കൊണ്ട് നരകമാണോ സ്വർഗമാണോ ഇവൻ അർഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഇൽമാണത്. അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവനാണത് തീരുമാനിച്ചത്. എനിക്ക് വേണോ വേണ്ടേ, ഇവന് തീരുമാനിക്കാം. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ. അനാഖ് എന്ന പെണ്ണിനെ ഒരു സ്വഹാബി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ അനാഖിനെ കണ്ടു. അനാഖ് എന്ന പെണ്ണുമായി ഇസ്ലാമിന്റെ മുമ്പ് ചില ലവ് അഫെയർ ഉണ്ട്, അല്ലെ, ചില സോഫ്റ്റ് കോർണർ എന്നൊക്കെ പറയാ, സ്നേഹബന്ധമുണ്ടായിരുന്നു. പക്ഷേ സ്വഹാബി ഇപ്പോൾ മുസ്ലിമാണ്. മഹാനായ മിർഹദ് ഇബ്നു അബി മിർഹദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരാളുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ അല്ലാഹു എന്താണോ മനുഷ്യരോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്ത അല്ലാഹുവിന്റെ ദൂതരാണ് നബി എന്നും വിശ്വസിക്കുന്ന മുഅ്മിൻ.
ഇതാണ് മുസ്ലിം. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുസ്ലിമീങ്ങളായ അടിമകളായ ഒരുപാട് ആളുകളെ മക്കക്കാർ കെട്ടിവെച്ച് പീഡിപ്പിക്കാറുണ്ടായിരുന്നു, വേദനിപ്പിക്കാറുണ്ടായിരുന്നു, ചാട്ടവാറ് കൊണ്ടടിക്കുമായിരുന്നു. മിർസദ് എന്നവർ ചെയ്യുന്ന പണി മദീനയിൽ നിന്ന് 400ഓളം കിലോമീറ്റർ, 450 കിലോമീറ്റർ, ഇന്നത്തെ ബസ് റൂട്ട് 450 കിലോമീറ്റർ, അന്ന് അതിലും കൂടുതൽ മലയോരങ്ങളുടെ കയറിറങ്ങി വരണം. 500ഓളം കിലോമീറ്ററുകൾ നടന്നു വരും. ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ച കഴിയുമ്പോൾ, ഒരു മാസത്തിലൊരിക്കലൊക്കെ നടന്നു വന്നിട്ട് മക്കയിൽ ഇങ്ങനെ തമ്പടിച്ചു കൂടും, ഒളിഞ്ഞ് പാർത്തിരിക്കും. രാത്രി എല്ലാവരും കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട മിർസദ് എന്നവർ ഓടിച്ചെന്ന് ഈ കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളായ അടിമകളെ, പാവപ്പെട്ട ആളുകളെ കെട്ടഴിച്ചിട്ട് മദീനത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകലാണ് ജോലി. അങ്ങനെ ഒരിക്കൽ മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് വന്നു. ചില ആളുകളുമായി അഗ്രിമെന്റ് ഉണ്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ അന്ന് നിലാവുള്ള രാത്രിയാണ്. മക്കയിലെ വീടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ മിർസദ് എന്നവർ ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് പിന്നാലെ വന്ന് ചോദിച്ചു, അമിർസദു, മിർസദാണോ? ഞാൻ പറഞ്ഞു അതെ. നോക്കുമ്പോൾ അനാഖ് എന്ന് പറയുന്ന പെണ്ണാണ്. അവൾ സുന്ദരിയാണ്. പക്ഷേ അവൾ ഇയാളുടെ കാമുകിയായിരുന്നു, സുഹൃത്തായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. മുസ്ലിമായതിൽ പിന്നെ മിർസദ് പറഞ്ഞു, അനാഖേ, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ട് അനാഖ്, ഞാൻ മുസ്ലിമാണ് അനാഖ്, നമുക്കിനി പറ്റില്ല, ഇതൊന്നും ഹറാമാണിത്, ഞാൻ ശുദ്ധിയായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് അനാഖേ. ഫഅമ്മാ മൻ അതാ വത്തഖാ, അള്ളാഹുവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അനാക്ക് പറഞ്ഞു, മിർസദേ, ഓർമ്മയുണ്ടോ നമ്മുടെ കഴിഞ്ഞകാല സ്വപ്നങ്ങളൊക്കെ? ഓർമ്മയുണ്ടോ മിർസദേ? എനിക്ക് കൊതി തോന്നുന്നുണ്ട്. മിർസദ് പറഞ്ഞു, അനാക്ക് എന്നോടൊന്നും പറയല്ലേ, ഞാൻ അത്തരക്കാരനല്ല, ഞാൻ ഇന്ന് മുസ്ലിമാണ്. ഇത് പറയാനുള്ള ധൈര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ വഴിച്ചിലക്കപ്പെടുമ്പോ ഞാൻ മുസ്ലിമാണ്, ഇത് പറയാനുള്ള ധൈര്യമുണ്ട്, ഇത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അങ്ങനത്തെ എത്ര പേർ? ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ് അനാഖേ, നമുക്കിത് പറ്റില്ല. അനാഖ് വിട്ടില്ല. അവള് പറഞ്ഞു, മിർസദേ, നിങ്ങൾ ഞാൻ വിളിക്കുന്ന, അവൾ പറഞ്ഞതാ, ഇന്നത്തെ രാത്രി എന്റെ വീട്ടിൽ കടന്നുറങ്ങാം. പച്ചയായ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ മിർസദ് എന്ന സുഹാബി പറഞ്ഞു നബി ഈ അനാഖിനോട്, അനാഖേ, അല്ലാഹു ഇന്നല്ലാഹ ഹറമ സിനാ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അനാഖ്, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അവൾ പറഞ്ഞു, മിർസദേ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ മക്കക്കാരായ മുഴുവൻ ആളുകളോടും ഞാൻ ഉറക്കെ നിലവിളിച്ചു പറയും, ഇവിടുത്തെ അടിമകളെ കെട്ടഴിച്ചു കൊണ്ടുപോകാൻ വന്ന് നിങ്ങളെ ഞാൻ പിടികൊടുക്കും, നിങ്ങൾ അവർ പിടിക്കും, ശിക്ഷിക്കും. മിർസദ് എന്നവർ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ നന്മ, അതിനേക്കാളൊക്കെ പ്രതിഫലം എനിക്ക് അല്ലാഹു തരുമല്ലോ. അനാഖ്, ഫഅമ്മാ മൻ അതാ, അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ, മരിച്ചുപോയി ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ മുതൽ നാളെ പരലോകത്തെത്തിയിട്ടും അവിടെ നിന്ന് അങ്ങോട്ടും അല്ലാഹു പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്ന മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു ഇവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. രാത്രി അങ്ങ് നിലവിളിച്ചു പറഞ്ഞു, ഇതാ മിർസദ്, മിർസദ് വന്നിരിക്കുന്നു, നിങ്ങളുടെ അടിമകളുടെ കെട്ടഴിക്കാൻ മിർസദ് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പരിന്നിറങ്ങി മിർസദിന്റെ പിന്നാലെ ഓടി. മിർസദ് എന്ന് പറയാൻ, ഞാൻ ഓടി 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 ഒരു മല കണ്ടു, ഞാൻ അതിൽ കയറി ഒരു ഗുഹ കണ്ടു, അതിന്റെ ഉള്ളിൽ പോയി ഞാൻ ഒളിച്ചു. നിലാവിളിച്ചുണ്ട് രാത്രി. അവരുടെ കണ്ണിന് അല്ലാഹു മൂടി വെച്ചു, എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ആ ഗുഹയിൽ കയറുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവര് 5-8 പേർ ചെന്ന് എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു. അവർക്കറിയാം അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അല്ലാഹു കണ്ണിനെ മറ കൊടുത്തു. കുറച്ചേരം ഇരുന്നു, സഹിച്ചു, ഒന്ന് വൃത്തിയാക്കി, കുറച്ച് വെള്ളം കിട്ടി, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് ചെന്ന് താൻ വാക്ക് കൊടുത്തിരുന്ന ആ ചെറുപ്പക്കാരെ സുബഹിയാകുന്നതിന് മുമ്പേ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി മദീനത്തേക്ക് പോവുകയാണ്. പക്ഷെ പോണ പോക്കില് മിർസദ് എന്നവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്. പഴയ കണ്ട് പരിചയമുള്ള ആളല്ലേ, പഴയ സുഹൃത്തല്ലേ, അങ്ങനെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞപ്പോൾ പഴയ ലവ് സ്റ്റോറിയും സ്നേഹകഥകളൊക്കെ പറയുന്നവർ, പൊന്നു സഹോദരന്മാരൊന്നും പറയാൻ പാടില്ല ദയവ് ചെയ്തിട്ട്. ചിലർ പറയും, അങ്ങനല്ലേ, നിനക്ക് വല്ല ബന്ധം ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജ് പഠിക്കുമ്പോൾ? എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവളൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവള് പറയും, പിന്നെ അത് ഒലാക്കിലേക്ക് എത്തും. എന്തിന്?
നിങ്ങളും അള്ളാഹു തമ്മിൽ ആ വിഷയം പരിഹരിക്കും. തൗബ ചെയ്ത് മടങ്ങി. കഴിഞ്ഞ ഫ്ലാഷ് ബാക്ക് ഒന്നും ഹറാമിന്റെ ഫ്ലാഷ് ബാക്കുകൾ തുറക്കല്ലേ, അതൊന്നും വേണ്ട. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടി. പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കിൻ. അവനവന്റെ ഭർത്താവിന്റെ കൂടെ, അവനവന്റെ ഭാര്യയുടെ കൂടെ അന്തസ്സിൽ ഹലാലായ ജീവിതം ജീവിക്കിൻ. പഴയ ഹറാമിലേക്ക് ചിന്തിക്കല്ലേ. പക്ഷേ മിർസദ് എന്ന സ്വഹാബിക്ക് മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. മുസ്ലിമായിട്ട് വന്നിട്ടേ ഉള്ളൂ, അടുത്ത് വന്നിട്ടുള്ളൂ ഇസ്ലാമിലേക്ക്. അവളെ ഇയാൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അള്ളാഹു ഹറാമാക്കിയല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനെ പോവാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മദീനയിൽ നിന്ന് മക്ക വരെ പോയി യാത്ര ചെയ്തു വന്ന എന്റെ മനസ്സിന്റെ ഉള്ളിൽ അനാക്കിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നബിയേ. അനാക്ക് ഞാൻ സ്നേഹിച്ചിരുന്ന മോളായിരുന്നു, പെണ്ണായിരുന്നു നബിയേ. അനാക്കിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതിരുന്നു. ഇങ്ങനെ വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. വ്യഭിചരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. വ്യഭിചരിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. സത്യവിശ്വാസികൾക്കത് പാടില്ല എന്ന പരിശുദ്ധമായ സൂറത്തുൻ നൂറിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയിട്ട് പറഞ്ഞു, നബിയേ, റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ ഞാൻ അംഗീകരിച്ചു നബിയേ. അനാക്കിനെ ഞാൻ വിട്ടുകളയുകയാണ് നബിയേ. എനിക്കവള് വേണ്ട, അവൾ എനിക്ക് യോജിക്കില്ലെന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ഔ മുശ്രിക്, അവൾ മുശ്രികത്താണ്, മുസ്ലിം പോലും അല്ലല്ലോ, അവൾ മുസ്ലിമത്തായിട്ടില്ലല്ലോ. മുസ്ലിം ആവുകയാണെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പറ്റുമായിരുന്നു. അവൾ മുസ്ലിമല്ല, അവൾ ഇപ്പോൾ വ്യഭിചാരിണിയാണ്. അങ്ങനത്തെ പെണ്ണിനെ മുസ്ലിമായ ചെറുപ്പക്കാരന് പറ്റുകയില്ലെന്നും, വ്യഭിചാരം ചെയ്യുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായിരിക്കെ തന്നെ, നേരത്തെ പറഞ്ഞ ആ കനേഡിയൻ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ പോലെ മുസ്ലിം പേരാണ്, സർവ്വതോന്നിവാസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മുസ്ലിം പോലും അല്ലാത്ത ചെറുപ്പക്കാരെ, ഒരു മുസ്ലിമത്തായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, നാളെ മരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനും പാടില്ലല്ലോ. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ ആദ്യായത്തുകളിലൂടെ പറയുമ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, അല്ലാഹുവിന്റെ തീരുമാനം എനിക്ക് ഇഷ്ടമാണ്. അനാക്കിനെ ഞാൻ വിട്ടുകളയുന്നു. അനാക്കിനോടുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തു കളയുകയാണ്. എന്തിന്? വസദ്ദഖ ബിൽ ഹുസ്നാ, ആരാരും അറിയാതെ മക്കയിൽ പോയ നേരത്ത് രാത്രിയുടെ മറവിൽ ഈ പെണ്ണ് ഹറാമിലേക്ക് വിളിക്കുമ്പോൾ ഒരു വ്യഭിചാരമോ തോന്നിവാസമോ ചെയ്യാൻ കഴിയുമായിരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരനാണ് മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു തആല അൻഹു. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, നാളെ നടന്നെടുക്കുന്നത് സ്വർഗ്ഗത്തിലേക്കാണ്.